മെയ് 4-ാം തീയതിക്ക് ശേഷം ഏത് മുന്നണിയാണ് ഭരണത്തിൽ വരുന്നത് എങ്കിലും ആ മുന്നണി ഭരണം തുടങ്ങുന്നത് പഴയ ഭരണകൂടം ബാക്കി വച്ച് കടന്നുപോയ ഫയൽ കൂമ്പാരത്തിൻ്റെ മുൻപിലേക്കാണ്. തീർപ്പാക്കാൻ കഴിയാതെ പോയ 5 ലക്ഷത്തിലേറെ ഫയലുകൾ കഴിഞ്ഞ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തിയ ഫയൽ അദാലത്തിന് ശേഷവും ബാക്കിയായിരിക്കുന്നു. അതായത് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഇക്കഴിഞ്ഞ ഒരു ഫയൽ അദാലത്ത് നടത്തിയിരുന്നു. ആ ഫയൽ അദാലത്തിൽ പോലും തീർപ്പാക്കാത്ത 5 ലക്ഷത്തിലേറെ ഫയലുകളാണ് ഈ ഗവൺമെൻറ്റിനെ പുതിയ ഗവൺമെൻറ് ഏതാണ് പുതിയ ഗവൺമെൻറ്റോ ആ പുതിയ ഗവൺമെൻറ്റിനെ കാത്തിരിക്കുന്നത്. ആ അദാലത്തിന് അതായത് ഓഗസ്റ്റ് 31 ശേഷവും 5 ലക്ഷത്തിലേറെ ഫയലുകൾ ബാക്കി കിടക്കുകയാണ്. ആ ഫയലുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക്. പക്ഷേ വലിയ പുരോഗതിയൊന്നും കൈവരിച്ചില്ല. എന്തുകൊണ്ടാണ് പുരോഗതി കൈവരിക്കാതിരുന്നത്? കാരണം അതിനുശേഷം ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ. കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം എന്ന് പറയുമ്പോൾ പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പതുക്കെ അതായത് മുഖം മിനുക്ക് പരിപാടികളിലേക്കൊക്കെ എല്ലാ വകുപ്പുകളും നീങ്ങി, ഗവൺമെൻറ്റും നീങ്ങി. അതോടുകൂടി ഫയൽ തീർപ്പാക്കൽ പതുക്കെ സാവകാശത്തിലായി. പിന്നെ അത് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അതാണ് പറ്റിയത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാലത്ത് തന്നെ നോക്കാം നമുക്ക് എത്ര ഫയൽ തീർപ്പാക്കൽ പരിപാടി നടത്തിയെന്ന്. അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2 ഫയൽ അദാലത്തുകളാണ് നടത്തിയത്. 2022-23 2 ഘട്ടമായി നടത്തിയ അദാലത്തിൽ 17,45,294 ഫയലുകളിൽ 7,89,623 എണ്ണം ബാക്കിയായി. ഞാൻ ഒന്നുകൂടെ പറയാം, 17,45,294 ഫയലുകളാണ് ഒന്നാമത്തെ അദാലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അവസാനം തീർപ്പാക്കി കഴിഞ്ഞതിന് ശേഷവും 7,89,623 ഫയലുകൾ അവശേഷിച്ചു. 2025 2ാം അദാലത്തിൽ 12,43,634 ഫയലുകളാണ് മുൻപിലുണ്ടായിരുന്നത്, അദാലത്തിൻ്റെ മുൻപിലെത്തിയത്. അത് അദാലത്ത് കഴിയുമ്പോൾ 5,13,791 ഫയലുകൾ ബാക്കിയായി. ആ 5,13,791 ഫയലുകളാണ് ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ വരവ് നോക്കി കാത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഭരണം ഏറ്റെടുത്ത ദിവസം തന്നെ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആദ്യത്തെ കന്നി പ്രസംഗത്തിൽ നടത്തിയ ഒരു പ്രസ്താവന, അത് വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രസ്താവനയായിരുന്നു. ഫയലുകൾ മരിച്ച രേഖകളാകരുത്, തുടിക്കുന്ന ജീവിതമാകണം എന്നും ഉദ്യോഗസ്ഥർ ഫയൽ വൈകിക്കുന്നത് അഴിമതിയായി കണക്കാക്കുമെന്നുമൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ആര് മറന്നാലും ഈ ഫയൽ മല, അതായത് ഈ ഇദ്ദേഹം കാര്യക്ഷമതയ്ക്ക് ഞാൻ മാർക്കിടും. ആ കാര്യക്ഷമതയ്ക്ക് മാർക്കിടുന്നത് ഫയലുകൾക്ക് തീർപ്പാക്കുന്നതിൻ്റെ വേഗം അനുസരിച്ചായിരിക്കും എന്ന് ഒക്കെ അദ്ദേഹത്തിൻ്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്നെന്ന പോലെ ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഈ 5,13,000-ലധികം ഫയലുകൾ അദ്ദേഹം ബാക്കി വച്ച് ഭരണത്തിൽ നിന്നിറങ്ങിയ, ഒരുപക്ഷെ അദ്ദേഹം തന്നെയാകാം വീണ്ടും ഭരണത്തിൽ വരുന്നത് എന്ന് വച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പോലും എന്താണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് പ്രസംഗിക്കുന്നത് പോലെയല്ല പ്രവൃത്തി. അദ്ദേഹം പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ചത് പ്രാവർത്തികമാക്കാനുള്ള കർമ്മശേഷി കാണിച്ചില്ല. അഥവാ ആ കർമ്മശേഷി കാണിക്കാത്തത് ഏത് വകുപ്പുകളാണെങ്കിലും ആ വകുപ്പുകളെ യഥാവിധി ശിക്ഷിക്കണം. അങ്ങനെ ശിക്ഷിക്കുമ്പോഴാണ് കർമ്മശേഷി ഇല്ലാതെ ഇവിടെ കഴിഞ്ഞു പോകാൻ പറ്റില്ല.
അങ്ങനെ കർമ്മശേഷി ഇല്ലാത്തവരാണെങ്കിൽ അവർ സ്വയം വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് പിരിഞ്ഞു പോകണം. അതുമല്ലെങ്കിൽ കാര്യശേഷി കണ്ടെത്തണം. കാരണം ഇപ്പോൾ ഈ ഫയലുകളുടെ കാലമാണ്. ഡിജിറ്റൽ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഫയൽ കൂമ്പാരത്തിന് വിട പറയാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പണ്ടത്തെ പോലെ കയറി ഇറങ്ങി ഓരോ ഫയലും എത്രയെത്ര മേശകൾക്ക് മാറി മാറി ചെന്ന് എത്രയെത്ര പേര് കണ്ട് വായിച്ച് അത് സംശയങ്ങളൊക്കെ തീർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് ഫയലിൻ്റെ ഒരു ചാടിക്കളി അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമൊക്കെ മാറി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും സെക്രട്ടേറിയറ്റിലുള്ള പലരും റിട്ടയർമെൻറ്റിൻ്റെ സമയത്തെത്തുന്ന പല ഉയർന്ന ഉദ്യോഗസ്ഥരും പറയുന്നത് 35 വർഷമായി സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്, ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുണ്ട്. റിട്ടയർ ചെയ്യാതെ ആയവർ സൗഹൃദത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഒന്നും പേര് പുറത്തു പറയാൻ എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയേണ്ടി വരുന്നത്? കാര്യക്ഷമതയ്ക്ക് മാർക്കിടാൻ അവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ല. അപ്പോൾ എന്താണ് വേണ്ടത്? കാര്യക്ഷമതയ്ക്ക് മാർക്കിടാൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം, ഒരു വകുപ്പ് മേധാവി ഉണ്ടാകണം. അങ്ങനെ എല്ലാ വകുപ്പുകൾക്കും ഒരു മേധാവി ഉണ്ടാകണം. കാര്യക്ഷമതയ്ക്ക് മാർക്കിടുന്ന ഓരോ കസേരയിലും ഇരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കാര്യക്ഷമതയ്ക്ക് മാർക്കിടണം. ആ കാര്യക്ഷമതയ്ക്കിടുന്ന മാർക്കിൻ്റെ ബേസിസിൽ വേണം അവർക്ക് ഇൻക്രിമെൻറ്റും പ്രൊമോഷനും ഒക്കെ കൊടുക്കാൻ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇൻക്രിമെൻറ്റും വേണ്ട, പ്രൊമോഷനും വേണ്ട, വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പോകട്ടെ. കാരണം എന്തിനാണ് അവർ അവിടെ വന്നിരിക്കുന്നത്? അവരുടെ കുടുംബത്തിൻ്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ കുടുംബത്തിൻ്റെയും പ്രോസ്പെരിറ്റിക്ക് മാത്രമല്ല, അവർ ജനസേവനത്തിന് വേണ്ടിയാണ്. ഒരു ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത്? ഗവൺമെൻറ്, അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്റാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഡെമോക്രസിയിൽ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത് ഭരണീയരാണ്. ഈ ഭരണീയരുടെ വെൽഫെയറിന്, ക്ഷേമത്തിന് വേണ്ടിയാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഉദ്യോഗസ്ഥ വൃന്ദം, പല കേഡറിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം. അതല്ലാതെ ഖജനാവിലേക്ക് വരുന്ന പണം മുഴുവനും തിന്നു മുടിക്കാനുള്ളതല്ല ഉദ്യോഗസ്ഥ വൃന്ദം. ഖജനാവിലേക്കുള്ള പണം ഓരോ ഫയലും കാര്യക്ഷമമായി തീർപ്പാക്കി അതിൻ്റെ പുറകിലുള്ളവർ അർഹിക്കുന്ന പ്രയോജനം അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നില്ല എന്നതിൻ്റെ തെളിവാണ് 5,13,000-ത്തിലധികം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നത്. അത് ഒരു മുഖ്യമന്ത്രിയുടെ മാത്രം കുറ്റമാണെന്ന് നമ്മൾ പറയുന്നില്ല. അതായത് ഇപ്പോൾ 1956 മുതലുള്ള ഫയലുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഫയൽ കൂമ്പാരത്തിനകത്ത് കണ്ടേക്കാം. പക്ഷെ ആ കാലഘട്ടം മുതലുള്ള എല്ലാ മുഖ്യമന്ത്രിമാരിലും ഈ കാര്യക്ഷമതയ്ക്ക് മാർക്കിടുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ? നമുക്ക് അറിഞ്ഞുകൂടാ. അച്യുതമേനോൻ ഗവൺമെൻറ്റിനെ പറ്റിയൊക്കെ വളരെ വലിയ തോതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ടതുപോലെ ഒന്നിനും കൊള്ളാത്ത ഉദ്യോഗസ്ഥർ, കാര്യക്ഷമത ഒട്ടുതെറിക്കാത്ത ഉദ്യോഗസ്ഥർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും. അവരെയൊക്കെ അതായത് പിൻവാതിൽ നിയമനം നടത്തി വരുന്നവർ ക്വാളിറ്റി ഉള്ളവരാകണമെന്നില്ല. അതൊക്കെ അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ കൈകാൽ പിടിച്ച് വന്നവരായിരിക്കാം. അതേ സമയത്ത് PSC വഴി വന്നവർ പോലും ചിലപ്പോൾ കാര്യക്ഷമത ആവശ്യമില്ല. അപ്പോൾ അലക്ഷ്യമായിട്ട് കാര്യക്ഷമത ഇല്ലാത്തവരായി പതുക്കെ ഉറക്കത്തിലേക്ക് മാറും. അങ്ങനെയും ആകാം. അപ്പോൾ ഒരു കാര്യക്ഷമതയുള്ള ഭരണകൂടം എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണം, വിജിലൻ്റ് ആയിരിക്കണം. അവിടെ ഈ പറയുന്നതുപോലെ ഡിജിറ്റൈസ് ചെയ്തത് കൊണ്ടോ ഒന്നും കാര്യമില്ല. വിജിലൻ്റ് അല്ലെങ്കിൽ സേവനം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഇത്തരത്തിലുള്ള ജനവിരുദ്ധ സാഹചര്യം നിലനിൽക്കുന്നത് 2012 കേരള പിറവി ദിനത്തിൽ സമയബന്ധിതമായി ലഭ്യമാക്കുക എന്നതാണ് ഓരോ ഫയലിൻ്റെയും പുറകിലുള്ള ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ്. ബ്യൂറോക്രാറ്റുകൾ ജനാധിപത്യത്തിൻ്റെ യജമാനന്മാരല്ല, സേവകരാണെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത് ഓർമ്മിക്കാവുന്ന വേളയാണിത്. ഭരണപരമായ തീരുമാനങ്ങൾ കേവലം കടലാസിൽ ഒതുങ്ങുന്നതല്ല, ജീവിതത്തെ ബാധിക്കുന്നതാണെന്ന് കോടതി വ്യക്തമാക്കിയപ്പോൾ നമ്മുടെ സിസ്റ്റം കാതു തുറന്ന് അത് കേൾക്കേണ്ടതായിരുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്തവർ ഭരിക്കുന്നു എന്നതിൽ ഒതുങ്ങുന്നതല്ല
ജനാധിപത്യത്തിൻ്റെ വിജയം, ഉദ്യോഗസ്ഥരുടെ മാനുഷിക നിലപാട് ആ ഭരണത്തെ എങ്ങനെ സാർത്ഥകമാക്കുന്നു എന്നതും പ്രധാനമാണെന്ന് നീതിപീഠം അന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി.